മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, പ്രായമായ മാതാപിതാക്കൾ ഉള്ള മക്കൾക്ക് പലർക്കും ഇന്ന് അവർ ഒരു ശല്യമാണ്, ഭാരമാണ്, അധികപ്പറ്റാണ്. എന്നാൽ ഒരു കുടുംബത്തെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അവരെ വിലയുള്ളതായി കരുതുന്ന മക്കൾ, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവം, ഒത്തിരി സന്തോഷമുള്ള സഹോദരങ്ങളുടെ കുടുംബം. പാലാ രൂപതയിലെ കുടക്കച്ചിറ സെൻറ് ജോസഫ് പള്ളി ഇടവകയിലെ മുണ്ടയ്ക്കൽ കുടുംബമാണ്. 97 വയസ്സുള്ള കുട്ടിച്ചേട്ടനും 96 വയസ്സുള്ള അന്നക്കുട്ടിയും അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ 79 വർഷം പൂർത്തിയാക്കിയ ഈ നിമിഷം എത്രയോ ചാരിതാർത്ഥ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി മക്കളും പേരക്കുട്ടികളും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവം. പേരക്കുട്ടികൾക്ക് വലിയൊരു റോൾ മോഡലായി നിൽക്കുകയാണ് ഈ മാതാപിതാക്കൾ. 6 മക്കളെ ദൈവം കൊടുത്തു. 6 മക്കളെയും ദൈവത്തിനു വേണ്ടി വളർത്തി. സ്നേഹം എന്താണെന്ന്, വിശ്വാസ ജീവിതം എന്താണെന്ന്, പ്രാർത്ഥന എന്താണെന്ന്, മറ്റുള്ളവരെ പരിഗണിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന്, ധാർമ്മിക മൂല്യങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിച്ച മാതാപിതാക്കൾ. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് മുണ്ടയ്ക്കൽ MJ ജോണിൻ്റെയും അന്നക്കുട്ടി ജോണിൻ്റെയും ഭവനം. കോട്ടയം ജില്ലയിലെ കുടക്കച്ചിറയിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെൻറ് ജോസഫ് ചർച്ച് കുടക്കച്ചിറയാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് മുണ്ടയ്ക്കൽ ജോൺ അന്നക്കുട്ടി ദമ്പതികൾ. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാതൃകയാണ് ഈ അപ്പച്ചനും അമ്മച്ചിയും. ചാച്ചനും അമ്മച്ചിയും ഞങ്ങളെ നല്ല ദൈവഭയത്തിൽ വളർത്തി. പഠിക്കാൻ എപ്പോഴും ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ചാച്ചന് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് 7ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പറ്റിയില്ല ചാച്ചന്. അതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് പിള്ളേരെ എല്ലാവരെയും നന്നായിട്ട് പഠിപ്പിച്ചു. എല്ലാവരും ജോലിക്കാരായി. 6 പേരും ജോലിക്കാരായി. അവരവരുടെ പഠിത്തത്തിനനുസരിച്ചുള്ള ജോലിയും ലഭിച്ചു. അവരങ്ങനെ ഓരോരുത്തരും ജീവിക്കുന്നു. പിന്നെ അമ്മച്ചിയും അതുപോലെ തന്നെ ചാച്ചന് പിന്തുണയുമായിട്ട് ആ കൂട്ടത്തിൽ നിന്നു. അമ്മച്ചിക്ക് അടുക്കളയിൽ ജോലി എപ്പോഴും. വല്യപ്പനും വല്യമ്മയും ഉണ്ടായിരുന്നു, അവരുടെ കാര്യങ്ങൾ ചെയ്തു. പിന്നെ പണിക്കാർ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് അടുക്കളയിൽ നിന്ന് മാറാനായിട്ട് പറ്റിയില്ല. പക്ഷേ പ്രാർത്ഥനയിലും എല്ലാം മക്കൾക്ക് എല്ലാ പിന്തുണയും നൽകി പ്രോത്സാഹിപ്പിച്ചിരുന്നു. 45 വർഷം മുമ്പ് ഈ കുടുംബത്തിലെ മരുമകനായിട്ടാണ് ഞാൻ വന്നത്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ഏത് സമയത്ത് വന്നാലും കുറേ ആൾക്കാർ കാണും. അപ്പം എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർ ആരാണെന്ന് പോലും ഞാൻ അറിയില്ല. എങ്കിൽ പോലും അവർ പോയി കഴിയുമ്പോൾ ഞാൻ ചോദിക്കില്ല ആരായിരുന്നു. അപ്പം പറയും ഇവിടുത്തെ
ഇവിടുന്ന് പോയ ആൾക്കാരാണ്, ഇവിടുത്തെ ബന്ധുക്കളാണ്, ഇവിടുത്തെ പേരപ്പൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ പേരമ്മയുടെ മക്കളാണ്. അങ്ങനെ കുറേ ആൾക്കാരും. ആ ആൾക്കാർക്കെല്ലാം ഇവിടുത്തെ അമ്മയും ചാച്ചനും വെച്ച് വിളമ്പി ഭക്ഷണം കൊടുത്ത് മാത്രമേ വിടാറുള്ളൂ. അങ്ങനെ ആതിഥ്യ മര്യാദയ്ക്ക് ഏറ്റവും പേര് കേട്ട ഒരു കുടുംബമാണ് ഈ മുണ്ടയ്ക്കൽ കുടുംബം. എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ വരുന്ന ആൾക്കാരെ മുഴുവൻ ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നത് വളരെ അപൂർവമായിട്ടേ ഞാൻ കണ്ടുള്ളൂ. അങ്ങനെ അമ്മയ്ക്കും ചാച്ചനും അതൊരു ഭാരമായിരുന്നു. ഞങ്ങളെ എല്ലാവരെയും വളരെ ബുദ്ധിമുട്ടി പഠിപ്പിച്ച് ഞങ്ങളെ ഒരു നല്ല നിലയിലേക്കാക്കി മാറ്റി തന്നു. അവരുടെ അധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും പിന്നെ സ്നേഹത്തിൻ്റെയും ബലത്തിലാണ് ഞങ്ങൾ ഇവിടം വരെയൊക്കെ എത്തിച്ചേർന്നത്. ചാച്ചനും അമ്മയ്ക്കും അവരുടെ മക്കളെ എല്ലാവരെയും ഒരേപോലെ കണ്ടെത്താനായിരുന്നു, അല്ലെങ്കിൽ കാണാനായിരുന്നു അവർക്കിഷ്ടം. അവരൊരിക്കലും ഒരു വേർതിരിവ് കാണിച്ചിട്ടില്ല. അതുപോലെ എല്ലാ ബന്ധുക്കൾ വരുമ്പോഴും ഇവിടെയാണ് താമസം. അമ്മയുടെയും ചാച്ചൻ്റെയും കരുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ മൂത്ത മകള് കാതറീന്, അവളൊരു 8 വയസ്സ് വരെ ഇവിടെ തന്നെയായിരുന്നു. അതുപോലെ ഇളയവളും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് അവരുടെ ഒരു വാത്സല്യവും സ്നേഹവും നുകർന്നാണ് ഇവർ ജീവിച്ചത്. അതൊരു ഭയങ്കര അനുഗ്രഹമായിരുന്നു. വിശേഷ അവസരങ്ങളും അല്ലാതെ ഒരു 1-2 ആഴ്ച കൂടുമ്പോൾ എല്ലാ സഹോദരങ്ങളും ഞങ്ങളുടെ ഈ വീട്ടിൽ ഒന്നിച്ചു കൂടുകയും ഇവരെ സന്ദർശിക്കുകയും ഒരു നേരം ഭക്ഷണത്തിന് ഞങ്ങളിവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് കൊച്ചുമക്കൾക്കും എല്ലാം ഭയങ്കര അടുപ്പമാണ്. അവരെല്ലാവരും ഒരേ വീട്ടിലെ അംഗങ്ങളെന്ന പോലെയാണ് താമസിക്കുന്നത്. ഞാൻ ഈ കുടുംബത്തിൽ വന്ന് കയറിയിട്ട് 38 വർഷം കഴിഞ്ഞു. എനിക്ക് ചാച്ചനെയും അമ്മയും പറ്റി പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും അവരെ ഞാൻ മരുമകനായി വന്നെങ്കിലും ഒരു മരുമകനായിട്ട് മക്കളോടെ ഒരു സ്ഥാനമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. എല്ലാ മരുമക്കൾക്കും അത് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളെ ചാച്ചനെ പറ്റി അമ്മയും പറയുകയാണെങ്കിൽ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു സ്നേഹം. ഞങ്ങളെ രണ്ടുപേരും ദൂര സ്ഥലങ്ങളിൽ ജോലിയാണ്. ഞങ്ങൾ ആഴ്ചയിലെ വീക്കെൻഡിൽ മാത്രമാണ് ഇവിടെ വരും മക്കൾ ഇവിടെ ആയതുകൊണ്ട് ഞങ്ങളിവിടെ വരുന്നത്. അന്നേരം ചാച്ചനും അമ്മയും ഞങ്ങളെ പ്രത്യേകം കാത്തിരിക്കുകയും പരിഗണിക്കുകയും ആ വാത്സല്യവും സ്നേഹവും ഞങ്ങൾക്ക് ഒത്തിരി അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബ ചരിത്രങ്ങളെല്ലാം മുഴുവൻ ചോദിച്ചെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ രണ്ടുപേരും രാത്രിയിൽ ഉറങ്ങാറുള്ളൂ. എത്ര താമസിച്ച് വന്നാലും ഞങ്ങൾക്ക് വേണ്ടി അവർ പ്രത്യേകം കാത്തിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ചാച്ചൻ്റെ ഒത്തിരി വാത്സല്യവും സ്നേഹവും ഒക്കെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ചെറുപ്പത്തിൽ മുതൽ നല്ല കൃഷി പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അമ്മയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ സ്കൂളിൽ പോയിച്ച് സ്കൂളിലെ എല്ലാവരും ഞങ്ങൾ മക്കളെല്ലാവരും മരങ്ങാട്ടുപള്ളി ഭാഗത്താണ് പഠിച്ചിരുന്നത്. മരങ്ങാട്ടുപള്ളി സ്കൂളിലാണ് പഠിച്ചിരുന്നത്. സ്കൂളിൽ പോകാൻ സമയമാകുമ്പോൾ 8:45 ഇവിടുന്ന് പോകണം. 8:45 പക്ഷേ ആ സമയത്തേക്ക് ഞങ്ങൾ കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് ചോറ് വരെ എല്ലാം വന്ന് ഇതുപോലെ ഈ പാക്കറ്റൊന്നുമില്ല, ഒരു ചെറിയ അലുമിനിയം ചോറ് പാത്രം അല്ലെങ്കിൽ വാഴയിലയിലാണ് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വരുമ്പോഴേ തന്നെ കാപ്പി ഐറ്റംസ് എന്താണെന്നാൽ അന്ന് ചക്കപ്പുഴുക്കായിരിക്കും, കപ്പപ്പുഴുക്കായിരിക്കും. അത് കഴിഞ്ഞാൽ ഓരോ ജോലികൾ, ചെറിയ ചെറിയ ജോലികൾ, നമ്മുടെ കന്നുകാലികളൊക്കെ ഉണ്ട്. കന്നുകാലികളെയൊക്കെ കൊണ്ടുവന്ന് തീറ്റി കുളിപ്പിച്ച് വീട്ടിൽ കയറ്റുക, തൊഴുത്തി കയറ്റി കെട്ടുക. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന. അപ്പോൾ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും പ്രാർത്ഥനയ്ക്കായി സജ്ജമായി പ്രാർത്ഥന കഴിഞ്ഞു. എല്ലാവരും അത്താഴം കുടിക്കും. പിന്നെ അന്നത്തെ പഠിത്ത കാര്യത്തിലേക്ക് വീണ്ടുമുള്ള പഠനകാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ചാച്ചൻ്റെ കാര്യങ്ങൾ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ചന് ഇവിടെ ഏറ്റവും ഞങ്ങളെ ഡയറക്ഷൻ തന്നൊരു കാര്യം, എല്ലാ മക്കളെയും അന്നത്തെ രീതിക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസം നൽകി.
ഞങ്ങൾ 6 പേരും സർക്കാർ ഉദ്യോഗസ്ഥരായി മാറുകയാണ് ഇതിൽ. അതായത് കൃഷി കൊണ്ട് മാത്രം നമ്മളെ ഉപജീവനം കഴിഞ്ഞിരുന്ന ഒരു തലമുറ കൃഷിയില്ലാത്ത ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു തലമുറയിലേക്ക് നമ്മളെ തിരിച്ചു വിട്ടു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 35 വർഷമായി ഇവിടെ വന്നിട്ട്. അതിനകത്ത് ഇപ്പോൾ എനിക്ക് ചാച്ചനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറയുകയാണെങ്കിൽ ശരിക്കും എൻ്റെ അപ്പച്ചനും അമ്മയും ഇല്ലാത്തതിൻ്റെ ഒരു ദുഃഖം ഞാൻ അറിഞ്ഞിട്ടില്ല ഇവരുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട്. കാരണം അത്രമാത്രം സ്നേഹമായിട്ടാണ് അവർ ഞങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ സർവീസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പ്രൊമോഷനൊക്കെ വരാൻ സമയത്താണെങ്കിലും പിള്ളേരെ നോക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എന്താ ചെയ്യേണ്ട പ്രൊമോഷൻ. അപ്പോൾ ചാച്ചൻ എന്നോട് പറഞ്ഞു ഞാൻ വന്ന് നിന്നോളാം, നീ പ്രൊമോഷന് പൊക്കോ എന്നിങ്ങനെ ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു ചാച്ചൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രൊമോഷനായിട്ട് ഞാൻ സീനിയർ മാനേജറായിട്ടാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ ആ എല്ലാ കാര്യത്തിലും പിന്നെ വീട്ടിൽ എന്താവശ്യമുണ്ടെങ്കിലും ഇവിടെ നിന്ന് ചാച്ചൻ അവിടെ വന്ന് നിന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ ഇവിടെ നിന്ന് എന്ത് സാധനം ഉണ്ടെങ്കിലും അത് പൊതിഞ്ഞ് കെട്ടി ഞങ്ങൾക്ക് തന്നു വിടുമായിരുന്നു. അത് ഞങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കത്തക്ക രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇറച്ചിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് അത് ഉണക്കി അത് ചെറുതായിട്ട് ഇങ്ങനെ വാഴയിലൊക്കെ പൊതിഞ്ഞ് തന്ന് ഞങ്ങൾക്ക് 2-3 ദിവസത്തേക്ക് കഴിക്കാൻ പാകത്തിന്. അപ്പം അങ്ങനെ ഞങ്ങളെ വളരെ അധികം അവർ ചേർത്ത് പിടിച്ച ഒരാൾക്കാരാണ് ഇവർ. അപ്പം ഇങ്ങനെ ഒരു ചാച്ചനും അമ്മയും ഞങ്ങൾക്ക് കിട്ടിയാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. 30 വർഷമായി ഞങ്ങൾ വിവാഹജീവിതം കഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിലെ ചാച്ചനും അമ്മയും ഞങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കുന്നുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് അവരുടെ ദാമ്പത്യത്തിലെ ഒരു മാതൃകയെല്ലാം അനുകരിക്കാവുന്ന ഒത്തിരി മാതൃകകളുണ്ട്. കാരണം മറ്റുള്ളവരോട് പെരുമാറുന്നതും അവരുടെ പരസ്പരമുള്ള പ്രാർത്ഥനാ ജീവിതങ്ങളും മറ്റുള്ളവരുടെ വീട്ടിൽ വരുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്നതും അവർക്ക് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഭക്ഷണങ്ങൾ കൊടുക്കുന്നതും അമ്മ വളരെയധികം ശുഷ്കാന്തിയോടുകൂടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആര് വന്നാലും അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുകയും നല്ല ആതിഥ്യ മര്യാദയോടുകൂടി അവരെ ട്രീറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഞങ്ങളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് മുന്നോട്ട് ഞങ്ങൾക്കും ഒരു വലിയ മാതൃകയും പ്രചോദനമായി തീർന്നിട്ടുണ്ട്. ആശുപത്രികളിലൊക്കെ ചാച്ചൻ അഡ്മിറ്റായി കഴിഞ്ഞ സമയത്ത് കോവിഡ് കാലഘട്ടത്തിലൊക്കെ വളരെ കൂടുതലായി പോവുകയും ഡോക്ടർമാരെ എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. പക്ഷേ അവിടുന്ന് ഞങ്ങൾ നല്ല ട്രീറ്റ്മെൻറ്റിൽ ആശുപത്രിയിൽ നിന്ന് കിട്ടി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്ത് അവരെ ഏറ്റ് നടക്കുകയും സംസാരിക്കുകയും പതുക്കെ വാക്കർ പിടിച്ച് ഏറ്റ് നടന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുകയും എല്ലാവരുമായിട്ട് സംസാരിക്കുകയും ചെയ്ത് ആ സ്റ്റേജിലേക്ക് തിരിച്ച് കൊണ്ടുവരികയും അമ്മയും അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പല സമയത്തും വീണ് വളരെ ഗുരുതരാവസ്ഥയിൽ ആയി പോവുകയും സംസാരിക്കുകയും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടിൽ ബെഡിൽ കിടക്കുമായിരുന്നു. അവിടെ നിന്ന് ഏതാണ്ട് വർഷങ്ങൾ 3 മാസത്തോളം കിടപ്പിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് വളരെ വളരെ ബെറ്ററായി. ഇപ്പോൾ 30 വർഷമായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ ചാച്ചനും അമ്മയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്കത് വലിയൊരു അനുഗ്രഹവും സന്തോഷപ്രദവുമായ ഒരു കാര്യമായിരുന്നു. കാരണം ഞങ്ങൾ 2 പേരും ജോലിക്ക് പോകുന്ന സമയത്ത് ചാച്ചനും അമ്മയും എപ്പോഴും വീട്ടിലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ വിശേഷ അവസരങ്ങളിലെല്ലാം ക്രിസ്മസ്, ഓണം, ഈസ്റ്റർ എന്നീ അവസരങ്ങളിലെല്ലാം ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയും ഒരു ദിവസം മുഴുവൻ സന്തോഷപ്രദമായി അവരോടൊപ്പം ചിലവഴിക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ ചാച്ചനെ അമ്മയും കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും അവരുടെ ത്യാഗത്തെയാണ് എപ്പോഴും എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. കാരണം സ്വന്തം കാര്യം നോക്കാതെ മക്കൾക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടും എന്തും ചെയ്യാനും മടുപ്പില്ലാത്ത ഒരു ജീവിതം. അതാണ് ഞാൻ ശരിക്കും പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കാര്യം നോക്കുന്നേയില്ല, മറ്റുള്ളവരുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുന്നു. അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യാനായിട്ട് അവർ സന്നദ്ധരാണ്. പിന്നെ അമ്മച്ചിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഒരു മടുപ്പും ഒരു അസ്വസ്ഥതയും ഒരു വിഷമവും പ്രകടിപ്പിക്കാതെ ഓരോരുത്തരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. തന്നെയല്ല എപ്പോഴും നമുക്കൊരു വിഷമം വരികയാണെങ്കിൽ അമ്മയ്ക്ക് നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നിശബ്ദത അല്ലെങ്കിൽ എന്താണോ ആ ഒരവസ്ഥ കാണുമ്പോഴേ അമ്മയ്ക്ക് എന്താ പ്രശ്നമെന്ന് അമ്മയ്ക്കറിയാം, നമ്മൾ പറയാതെ തന്നെ. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അമ്മ കുഞ്ഞിലായിരിക്കുമ്പോൾ തന്നെ സാറിയില്ല മോളെ എന്ന്, കുഴപ്പമില്ല എന്ന്, അല്ലെങ്കിൽ എൻ്റെ ചക്കരയല്ലേ അങ്ങനെ ഒന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സങ്കടങ്ങളോ നമ്മുടെ ബുദ്ധിമുട്ടുകളോ എല്ലാം നമ്മളങ്ങ് മറന്നു പോകും. അത്രയും നേരത്തെ നമ്മുടെ വിഷമങ്ങളോ ഒന്നും നമ്മൾ ഓർക്കുന്നേ ഇല്ല. ചാച്ചനാണേലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ അങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കാര്യം ബോധ്യപ്പെടുത്തേണ്ട കാര്യം വന്നിട്ടില്ല. ഇന്ന പ്രയാസങ്ങൾ നമുക്കുണ്ടെന്നോ അല്ലെ ഇന്ന സന്തോഷം നമുക്കുണ്ടെന്നോ അങ്ങനെ എന്താണേലും അവർക്ക് നമ്മളെ കാണുമ്പോഴേ മനസ്സിലാവുകയാണ്. അത് ഒരു വലിയൊരു
ദൈവികതയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് അനുഭവപ്പെട്ട ഒരു പന്തക്കുസ്ത അനുഭവമാണ്. പല ഭാഷകൾ മനുഷ്യനെ വെളിപ്പെടുത്തപ്പെട്ടതാണല്ലോ പന്തക്കുസ്തായിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇവിടെ വന്നപ്പോൾ എനിക്ക് സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ സാധിച്ചു. ആ സ്നേഹത്തിൻ്റെ ഭാഷ നമുക്കറിയാം, സംസാരം എന്ന് പറയുന്നത് അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ട് തന്നെ സംസാരിക്കാൻ സാധിക്കും. അങ്ങനെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മുടെ സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ ഇവരിലൂടെ എൻ്റെ ഫാദർ ഇൻ ലോയുടെ കൂടെയും മദർ ഇൻ ലോയിൽ നിന്നും ഞാൻ പഠിച്ചെടുത്തത്. അതുപോലെ തന്നെ കീറിപ്പോകാത്ത ഒരു വല നെയ്തയാളാണ് എൻ്റെ ഫാദർ ഇൻ ലോ. കാരണം ആ വലയിൽ എല്ലാം മക്കളെയും മരുമക്കളെയും എല്ലാം ചേർത്ത് പിടിച്ച് പൊട്ടിപ്പോകാത്ത കണ്ണികളായി കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ആ കണ്ണികളെ ദൃഢമാക്കി തീർക്കുന്ന ഒരു വലിയ മഹത്തായ ജോലി തന്നെ ചാച്ചൻ അമ്മയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരംഗമായി തീരാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കളെ നോക്കുന്ന കാര്യം ഓർക്കുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ കാര്യമില്ലെന്ന്. മക്കൾ മാതാപിതാക്കളോട് കാണിക്കുന്ന അവരുടെ അടുത്ത് ചെലവഴിക്കുന്ന ആ സമയം തന്നെ അത് ജീവൻ കൊടുക്കുന്നതിന് സമമായ ഒരു കാര്യമാണ്. അവരുടെ ജീവനാണ് അവർ കൊടുക്കുന്നത്. എല്ലാ മക്കളും മാതാപിതാക്കളെ വളരെ സ്നേഹത്തോടു കൂടി നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഒരു പന്തക്കുസ്ത അനുഭവം തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നു. മണ്ണിനെ ഏറെ സ്നേഹിച്ച് അതിൽ സ്വർണം വിളയിച്ച ഒരു കർഷക കുടുംബം. ഇതിൽ നിന്നാണ് അവരുടെ 6 മക്കളെയും പൊന്നുപോലെ വളർത്തിയത്. ഇതിനോടൊപ്പം ദൈവത്തിലുള്ള വിശ്വാസം ഇവർ മുറുകെ പിടിച്ചു. തൻ്റെ മക്കളെയും അങ്ങനെ വളർത്തി. ഈ മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് കണ്ടാൽ ആർക്കും അസൂയ തോന്നും. അത്രമേൽ സന്തോഷത്തോടെയാണ് ഈ കുടുംബം കഴിയുന്നത്. കൊച്ചുമക്കൾക്ക് ജീവനാണ് ഈ അപ്പച്ചനും അമ്മച്ചിയും. അവരുടെ എല്ലാ കാര്യത്തിലും ഈ അപ്പച്ചനും അമ്മച്ചിയും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. കുട്ടികളിലെ രണ്ടാമത്തെ മുതിർന്ന ആളെന്നുള്ള നിലയിൽ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും സ്നേഹം ഒത്തിരി അനുഭവിക്കാൻ ഇടയായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എക്സ്പെക്റ്റ് ചെയ്ത് ഒത്തിരി നേരം നിൽക്കും. നമ്മൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇറക്കം ഒരു സമാധാനം ഉണ്ടാകുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് മാക്സിമം അതെന്താണെങ്കിലും വെച്ച് വിളമ്പി നമുക്ക് നമ്മളെ ഊട്ടാനായിട്ടായിരിക്കും അവർ നോക്കുക. പിന്നെ തന്നെയല്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് തന്നെയാണെങ്കിൽ തന്നെയും നമ്മളെ ഫോർമേഷനിൽ ഒത്തിരി അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തന്നെയല്ല അവരുടെ പ്രാർത്ഥനാ ജീവിതവും ഒക്കെ അവരുടെ ആ ഒരു പരസ്പരമുള്ള സ്നേഹവും ഒക്കെ നമുക്ക് ഒത്തിരി അനുഭവവേദ്യമാക്കുന്ന ഒരു സമയമായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാൻ സ്കൂൾ ഇറങ്ങി വന്ന് ജീപ്പ് ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ അമ്മ കൂട്ടാൻ വന്ന് നിൽക്കുന്നത് ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട്. വന്ന് അമ്മയുടെയും ചാച്ചൻ്റെയും ശിക്ഷണത്തിൽ വളരാൻ പറ്റിയതിൽ ഞാൻ ഒത്തിരി സന്തോഷവതിയാണ്. നമ്മുടെ ഓരോ പരീക്ഷകളും ഒക്കെ ഓർത്ത് വെച്ച് നമ്മൾ അവരെ വിളിക്കുമ്പോഴും എല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയും, അതുപോലെ തന്നെ ഞാൻ CAക്ക് പഠിക്കാൻ പോയപ്പോൾ CA എന്ന് പറയുന്ന കോഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സാണെന്നൊക്കെ ചാച്ചൻ കേട്ടിട്ടുണ്ട്. ചാച്ചനപ്പോൾ എന്നും എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുമായിരുന്നു, എങ്ങനെയുണ്ട്, പഠിക്കാൻ എളുപ്പമാണോ, എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ ചാച്ചൻ ഒരുപാട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ചാച്ചൻ മാത്രമല്ല, അമ്മയാണേലും അതെ, എല്ലാ കാര്യത്തിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അമ്മച്ചി എനിക്ക് വന്ന ഒരു ദിവസം ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഐക്യത്തിൽ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ 7 മണി എന്നൊരു സമയമാകുമ്പോൾ അമ്മച്ചി ഈ കസരയിൽ തന്നെയാണ് ഇവിടെ ഇരുന്നിട്ട് എല്ലാവരെയും വിളിക്കും, വാ പ്രാർത്ഥന സമയമായി വാ. അതുപോലെ തന്നെ പിന്നെ ഇവരുടെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിളിച്ച് എപ്പോഴും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നു. അതുപോലെ തന്നെ ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും എല്ലാ വീക്കെൻഡിലും ഇവിടെ വരണം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞ് അങ്ങനെ നല്ല രീതിയിൽ എല്ലാവരെയും ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട്, ഇനി അങ്ങോട്ടും സാധിക്കും. അപ്പം ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാര്യം ചാച്ചൻ്റെ അമ്മച്ചിയുടെയും എല്ലാ കാര്യങ്ങളും, ഇവിടെ പപ്പായും അമ്മയും, ഇവിടെ ഞങ്ങൾ തറവാട്ടിൽ നിൽക്കുന്നവരാണ്. അപ്പം പപ്പായും അമ്മയും രാവിലെ തൊട്ട് ഉള്ള ഇവരുടെ കാര്യങ്ങൾ, രാവിലെ ഏൽപ്പിക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും ഇവർ കൃത്യമായിട്ട് നോക്കിയും കണ്ടും ചെയ്യുന്നത്. അത് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അമ്മ ടീച്ചറാണ്, പക്ഷേ അമ്മ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വരെ ഇപ്പം 2 പേരുടെയും കാര്യങ്ങൾ, ഇപ്പോൾ കുളിപ്പിക്കുന്നത്, രാവിലെ ചായ കൊടുക്കുന്നത് എല്ലാം ചെയ്തിട്ടാണ് അമ്മ പോണത്.
അത് ഭയങ്കര എനിക്കൊരു എന്നാ പറയുക, നമ്മൾക്കൊരു ഭയങ്കര ഒരു പ്രചോദനമാണ്. കാരണം വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ കാര്യങ്ങളിൽ ഒരു തടസ്സം പോലും ഇവർ പപ്പായും അമ്മയും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇതുപോലെ ആരോഗ്യത്തോടെ ഇപ്പോഴും ഇരിക്കുന്നത്. ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് വെക്കേഷൻ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും ചാച്ചൻ്റെ അമ്മയുടെയും കൂടെ സ്പെൻഡ് ചെയ്യാനും, അതുപോലെ തന്നെ ചാച്ചനും അമ്മയും എപ്പോഴും 7 മണി എന്നുള്ള സമയമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കും. എന്നിട്ട് അവർ കുരിശ് വരയ്ക്കുകയും ലുത്തിനെ ചൊല്ലുകയും എല്ലാം ഞങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അത് ഞങ്ങൾ ചാച്ചൻ്റെ അമ്മയുടെ ഒരു മാതൃക കണ്ടിട്ടാണ് വളർന്നത്. അതുപോലെ തന്നെ അമ്മ വൈകുന്നേരം ഒരു 5 മണി 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും എവിടെയെങ്കിലുമൊക്കെയുള്ള പൂവൊക്കെ പറക്കി ഈ കർത്താവിൻ്റെ മുന്നിൽ വെക്കും. കാരണം അത്രയും അമ്മയ്ക്ക് ആ ഒരു വിശ്വാസവും തീഷ്ണതയും ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇത്രയും നന്നായിട്ട് ഇത്രയും നല്ലൊരു രീതിയിൽ വളർന്നു വരാൻ സാധിച്ചത്. നന്മ നേരുമമ്മ വിണ്ണിൻ രാജകന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ. കുടക്കച്ചിറ സെൻറ് ജോസഫ് പള്ളി ഇടവകയുടെ വികാരി ഫാദർ തോമസ് മടത്തിപ്പറമ്പിൽ ഇടവക ജനങ്ങളെ അറിയുന്ന, അവരോടൊപ്പമായിരിക്കുന്ന, അവരുടെ പൾസ് അറിയുന്ന നല്ലൊരു ഇടയൻ. ആ ഇടയൻ്റെ വാക്കുകൾ ഈ കുടുംബത്തെക്കുറിച്ചുള്ളത് നമുക്ക് കേൾക്കാം. ഈ ഇടവകയിലെ വളരെ പ്രധാനപ്പെട്ട മാതൃകാപരമായ ഒരു കുടുംബമാണ് മുണ്ടക്കൽ കുട്ടിച്ചേട്ടൻ്റെ കുടുംബം. ജോണിയേട്ടൻ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അന്നക്കുട്ടി. 97 വയസ്സും 96 വയസ്സുമാണ് ഇവർക്ക് 2 പേർക്കും. എങ്കിലും സന്തോഷകരമായിട്ട് ജീവിക്കുന്നു. ഞാനിവിടെ എത്തിയിട്ട് 2 വർഷമേ ആയുള്ളൂ. പള്ളിയിൽ വരാനായിട്ട് അവർക്ക് ആരോഗ്യം സമ്മതിക്കുന്നില്ല. പക്ഷേ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും മുടങ്ങാതെ അവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആഗ്രഹമുണ്ട്. മക്കൾ അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇടവകയിൽ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും വിശുദ്ധ കുർബാന കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ വന്നതിന് ശേഷം ഇന്ന് വരെ ഈ കുട്ടിച്ചേട്ടൻ്റെ കൊച്ചുമകനാണ് എന്നെ എല്ലാ വീടുകളിലും എത്തിക്കുക. ശരാശരി 10-25 വീടുകളിലെങ്കിലും എല്ലാ ആദ്യ വെള്ളിയാഴ്ച ഞാൻ പോകാറുണ്ട്. അപ്പോഴെല്ലാം ഈ മകനാണ് എത്തിക്കുന്നത്. നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അറിയാം, ഏത് സമയത്ത് കയറി ചെന്നാലും കാർന്നവന്മാരെ നോക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവരായിരിക്കുന്ന മുറിയിലേക്ക് ചെല്ലാം. കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ വരാനായിട്ട് ജോണിച്ചേട്ടനും മക്കളും തയ്യാറാകുന്നുണ്ട്. എല്ലാവരും ഒത്തുചേർന്നാൽ ഒരു ആഘോഷമാണ് മുണ്ടക്കൽ കുടുംബാംഗങ്ങൾക്ക്. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീ. ഒന്നിച്ചുള്ള സ്നേഹവിരുന്നും ഇവരുടെ ഐക്യത്തെ ബലപ്പെടുത്തുന്നു. ഇതാണ് ഈ കുടുംബം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന മാതൃക. കുടുംബം ഒരു മനോഹര ഗാനം. കുടുംബം ഒരു മനോഹര ഗാനം. നമ്മുടെ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും 79 വർഷത്തെ കുടുംബജീവിതത്തിൻ്റെ പൂർണ്ണതയിലാണ് നിൽക്കുക. 80-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2 പേർക്കും ഈ ദിനത്തിൻ്റെ വിവാഹ വാർഷികത്തിൻ്റെ 1000 മംഗളങ്ങളും ദൈവാനുഗ്രഹം നേരുകയാണ്. തുടർന്നും ഈ ജീവിതം സന്തോഷം മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാഹചര്യത്തിൽ പുതിയ കുടുംബാംഗങ്ങൾ, പുതിയ മക്കൾ തങ്ങളുടെ മാതാപിതാക്കളോടുള്ള സമീപനം, പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ എന്തായിരിക്കണം എന്ന ഒരു നല്ല സന്ദേശം ഇരിങ്ങാലക്കുട രൂപതയുടെ മെത്രാൻ അഭിവന്യ പോളി കണ്ണൂക്കാടൻ പിതാവ് നൽകുന്നത് നമുക്കിപ്പോൾ കേൾക്കാം. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ദൈവകൽപ്പന നമ്മോട് അനുശാസിക്കുന്നു.
സഭയും സമൂഹവും മാതാപിതാക്കളോട് ആവശ്യമായിട്ടുള്ള കാരുണ്യവും ആദരവും പ്രകടമാക്കണമെന്ന് നിർദ്ദേശിക്കുന്നുമുണ്ട്. തങ്ങളുടെ അധ്വാനവും തങ്ങളുടെ സമ്പത്തും തങ്ങൾക്കുള്ളതൊക്കെ മക്കൾക്ക് വേണ്ടി വ്യയം ചെയ്ത് വാർദ്ധക്യകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ മാതാപിതാക്കളെ കൈവിടുന്നത് വലിയ അധാർമികതയും അനീതിയുമാണ്. കാരണം തങ്ങളുടെ നല്ല കാലഘട്ടത്തിൽ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. തങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ മക്കള് കരുതലുള്ള സ്നേഹം പ്രകടമാക്കുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം ദുരിതപൂർണമാകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. മക്കളെ, നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ കൈവിടരുത്. അവരെ കരുതലോടുകൂടെ പരിഗണിക്കാനും കരുതലോടുകൂടെ സംരക്ഷിക്കാനും നിങ്ങൾ മുന്നോട്ട് വന്നാൽ അത് നിങ്ങളുടെ ഭാവിയിലും നന്മ ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിലും നന്മ ലഭിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളോടും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത രണ്ട് വ്യക്തികളാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മൾ ഈ ലോകം കാണാനിടയായത് അവരിലൂടെയാണ്. നമ്മളാരും പ്രാർത്ഥിച്ചിട്ടല്ല നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ കിട്ടിയത്. എന്നാൽ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ് മക്കൾ. അതുകൊണ്ട് ആ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മാതാപിതാക്കളെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവം പങ്കുവയ്ക്കാൻ പഠിപ്പിച്ചത് മാതാപിതാക്കളാണ്. സ്നേഹിക്കാൻ പഠിപ്പിച്ചത് മാതാപിതാക്കളാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പഠിപ്പിച്ചത് മാതാപിതാക്കളാണ്. കർഷകൻ എന്ന നിലയിൽ മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകൻ മണ്ണിൽ നിന്നെടുക്കപ്പെട്ട മനുഷ്യനെ സ്നേഹിക്കുന്ന അനുഭവമാണ് ഇവിടെ കാണുന്നത്. ഈ മുണ്ടക്കൽ കുടുംബം ഇന്ന് എല്ലാവർക്കും ഒരു മാതൃകാ കുടുംബമായി, തുറന്ന സുവിശേഷമായി, സദ്വാർത്തയായി നിൽക്കുന്നതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഇവർക്കാണ്, മാതാപിതാക്കൾ. 79 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പരിസമാപ്തിയിൽ 35 പേരടങ്ങുന്ന ഈ കുടുംബത്തിൽ 4 തലമുറകളിൽപ്പെട്ട ഈ മുണ്ടക്കൽ കുടുംബത്തിലെ എല്ലാവർക്കും, ഈ പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല കുടുംബത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.